ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷൻ, ഡോക്ടർ സ്കിൻ. അത്യാധുനിക സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും എല്ലാ ത്വക്രോഗ ചികിത്സകളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഏറ്റവുമധികം ബ്രാഞ്ചുകളുള്ള സ്കിൻ കെയർ ക്ലിനിക് ഡോക്ടർ സ്കിൻ, ചെറുട്ടി റോഡ്, കോഴിക്കോട്. കോൾ 8281305000. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ. കുട്ടികളിലെ കരച്ചിൽ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു രാമനാട്ടുകര ഗവൺമെന്റ് ഹോമിയോപ്പതിക് ഡിസ്പെൻസറിയിലെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷരീഫ ബീഗം PT. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള ആദ്യ കരച്ചിൽ അതേത് കുടുംബത്തിനും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു കരച്ചിൽ കേട്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്ന ഏക നിമിഷവും അതുതന്നെ. ആ കരച്ചിൽ ഏറെ നേരം നിൽക്കില്ലല്ലോ. എന്നാൽ പിന്നീട് കുഞ്ഞ് കരയുമ്പോൾ അമ്മയും മറ്റുള്ളവരും ഏറെ അസ്വസ്ഥരാകും. ആ കരച്ചിലിന് പല കാരണങ്ങളും ഉണ്ടാകും. ജനിച്ച് 6 മാസത്തിലേറെക്കാലം മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും തൻ്റെ ആവശ്യങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരെ അറിയിക്കാനും കുഞ്ഞുങ്ങൾക്കുള്ള ഏക മാർഗം കരച്ചിലാണ്. എന്തെങ്കിലും ചെറിയ ഇറിറ്റേഷൻ ഉണ്ടായാൽ അവർ കരയും. കുറച്ച് കരഞ്ഞു നിർത്തുന്നതും തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നതുമായി 2 തരം കരച്ചിലുണ്ട് അവർക്ക്. ഇതിൽ ആദ്യത്തെ തരം കരച്ചിലിനുള്ള കാരണങ്ങൾ നോക്കാം. പ്രധാനമായും വിശപ്പാണ്. അത് മനസ്സിലാക്കി പാല് കുടിപ്പിച്ചാൽ ആ കരച്ചിൽ നിർത്തും. മൂത്രമൊഴിച്ചാലും വയറ്റിന്ന് പോയാലുമൊക്കെ നനഞ്ഞ തുണി മാറ്റിക്കിട്ടുന്നവരെ കുഞ്ഞ് കരയും. തണുപ്പ് കൂടിയാലും ചൂട് കൂടിയാലും വസ്ത്രം കൂടുതൽ ഇറുകിയാലുമൊക്കെ അവർ അസ്വസ്ഥരാകും, കരയും. ഉറുമ്പോ മറ്റു പ്രാണികളോ കടിക്കുകയോ കൊതുക് കുത്തുകയോ ഒക്കെ കരയാൻ കാരണമാകാറുണ്ട്. പിന്നൊരു കാരണം ശരിക്ക് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ്. കൂടുതൽ വെളിച്ചമോ അധിക ശബ്ദമോ ഒക്കെ സുഖനിദ്രയ്ക്ക് പ്രയാസമുണ്ടാക്കും. ഇതുവരെ പറഞ്ഞതെല്ലാം അമ്മമാർക്ക് തന്നെ മനസ്സിലാക്കി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നിർത്താതെയുള്ള കരച്ചിൽ, അതിനുള്ള കാരണം കണ്ടെത്തലും പരിഹാരം കാണലും ഡോക്ടറുടെ സഹായം കൂടാതെ കഴിയില്ല. ഇത്തരം കരച്ചിലിനുള്ള ചില കാരണങ്ങൾ നോക്കാം. മൂക്കടപ്പ്. കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒരേപോലെ അസ്വസ്ഥരാക്കുന്ന ഒരു പ്രശ്നമാണ് മൂക്കടപ്പ്. കുഞ്ഞിന് പാല് വലിച്ചു കുടിക്കാൻ പ്രയാസമുണ്ടാകും, വിശപ്പ് കൂടും, ഉറക്ക് ശരിയാകില്ല. സ്വാഭാവികമായി കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. മൂക്കിൽ നിന്നൊരു കുറുകൽ ശബ്ദം ചിലപ്പോൾ ഉണ്ടാകും. കുഞ്ഞിന് മൂക്കടപ്പുണ്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. മൂക്കടയുന്നതിനുള്ള പ്രധാന കാരണം ജലദോഷമാണ്. കൂടാതെ അലർജി, കൂടുതൽ തണുപ്പ് എന്നീ കാര്യങ്ങളും മൂക്കടപ്പുണ്ടാക്കും. സലൈൻ നാസൽ ഡ്രോപ്സ് ഉപയോഗിച്ചാൽ താൽക്കാലിക ശമനം ലഭിക്കും. വയറുവേദന. നിർത്താതെയുള്ള കരച്ചിലിനുള്ള ഒരു പ്രധാന കാരണമാണ് വയറുവേദന. പല കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം. ചിലപ്പോൾ കുഞ്ഞിൻ്റെ ദഹനത്തിന് പ്രശ്നമുണ്ടായിട്ടാകാം. പലപ്പോഴും അമ്മയുടെ ഭക്ഷണം കൂടുതൽ എരിവോ പുളിയോ മസാലയോ ഒക്കെ ഉള്ളതാണെങ്കിൽ കുഞ്ഞിൻ്റെ ദഹനത്തെ അത് ബാധിക്കും. ഇതോടനുബന്ധിച്ച് ഛർദിയോ വയറിളക്കമോ ഒക്കെ ഉണ്ടാകും. ഇത്തരം അവസ്ഥയിൽ കുഞ്ഞിൻ്റെ വയറ് അമർത്തി തടവിയാലോ കുഞ്ഞിനെ തോളത്തെടുത്താലോ ഒക്കെ തൽക്കാലം കരച്ചിൽ നിർത്തിയേക്കും. മറ്റ് കാരണങ്ങൾ മലബന്ധം, വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ഉള്ള അണുബാധ, അസിഡിറ്റി, ഫുഡ് അലർജി, അപ്പൻഡിസൈറ്റിസ് എന്നിവയാണ്. നവജാത ശിശുക്കളിലെ വയറുവേദനയ്ക്കുള്ള ഒരു കാരണം എയറോഫേജിയാണ്. കൂടുതൽ വായു ഉള്ളിലേക്ക് എടുക്കുന്നൊരവസ്ഥയാണിത്. കിടന്ന് പാലിട്ടുമ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഏമ്പക്കം, ഇക്കിൾ ഒക്കെ വരാം. യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ വൈദ്യസഹായം വേണ്ടിവരും. ചെവിവേദന. മുതിർന്നവരിലേക്കാൾ കുട്ടികളിലാണ് ചെവിവേദന കൂടുതലുണ്ടാവുന്നത്. ഒരു ചെവിക്കോ 2 ചെവിയിലുമോ വേദന വരാം. മൂക്കിൻ്റെ പുറകുവശത്ത് നിന്ന് ചെവിയിലേക്ക് തുറക്കുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന നാളി ഏതെങ്കിലും കാരണത്താൽ അടഞ്ഞു പോയാൽ ചെവിയിൽ പ്രഷർ കൂടുതലാവുകയോ ദ്രവങ്ങൾ കെട്ടി നിൽക്കുകയോ ചെയ്യുന്നത് മൂലം പഴുപ്പും വേദനയും ഉണ്ടാകും. കൂടെ പനി, ജലദോഷം, ഛർദിയുമൊക്കെ വരാം. ചെവിയിൽ തൊടുമ്പോഴേക്കും കുട്ടി വല്ലാതെ വേദന കൊണ്ട് കരയും. ഈ വേദനയ്ക്കുള്ള മറ്റ് കാരണങ്ങൾ മധ്യകർണത്തിലോ കർണനാളിയിലോ ഉള്ള നീർക്കെട്ട്, ഈർപ്പം കെട്ടി നിൽക്കുന്നതിനാലുള്ള പൂപ്പൽ ബാധ, വൈറസ് ബാധ, ചെവിക്കായം കൂടുതൽ അടിഞ്ഞുകൂടൽ, ചെവിയിൽ എന്തെങ്കിലും ചെറിയ പ്രാണികൾ കയറലൊക്കെയാണ്. ജലദോഷം കൊണ്ടോ ചെറിയ നീർക്കെട്ട് കൊണ്ടോ ഒക്കെയുള്ള വേദനയ്ക്ക് ചൂട് പിടിച്ചാൽ അല്പം ശമനം ലഭിക്കും. എന്ത് കാരണം കൊണ്ടായാലും ചെവിയിൽ എന്തെങ്കിലും കൊണ്ട് തോണ്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെവിയിലേക്ക് ഒഴിക്കുകയോ ചെയ്യാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയാണ് വേണ്ടത്. വളരെ വിരളമായി ആൺകുഞ്ഞുങ്ങളിൽ കാണുന്ന വൃഷണങ്ങളുടെ തിരിയൽ കാരണം കഠിനമായ വേദന ഉണ്ടാകാം. ഒരു അടിയന്തര ചികിത്സ വേണ്ടിവരുന്ന ഒരു അവസ്ഥയാണിത്. കുട്ടികളിലെ കരച്ചിൽ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് രാമനാട്ടുകര ഗവൺമെന്റ് ഹോമിയോപ്പതിക് ഡിസ്പെൻസറിയിലെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷരീഫ ബീഗം PT. ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ.